परमेश्वर परमेश्वर का दो। हाँ बोलिए ब्रदर, सुनाई दे रहा है। ഓക്കെ 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം കൃപ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर के नाम को धन्यवाद हो, फिर परमेश्वर जीवन में इकट्ठे हो सके, लिए परमेश्वर का हम धन्यवाद। ഇന്നലെ നമ്മള് കുടുംബജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. कल हम जीवन के बहुत सारी बातों को हम रहे थे। ഇന്നലെ നമ്മള് ഒടുവില് നിർത്തിയത് വിശ്വാസ ജീവിത കുടുംബത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും അതിന്റെ പരിഹാരത്തെ കുറിച്ചുമായിരുന്നു. और जीवन प्रकार की समस्या उनके विषय में जो बात को लेकर समाप्त किए थे। ഇന്ന് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് നോക്കുവാനായിട്ട് കഴിയുന്നത് കുടുംബജീവിതത്തിൽ ആത്മവിശ്വാസം നമ്മൾക്ക് ആവശ്യമാണ്. आज हम विषय बंद करना है कि पारिवारिक आत्मविश्वास का अर्थ है। അവിടെ നാം കാണുന്നത് ആത്മവിശ്വാസം നമ്മൾക്ക് കുടുംബജീവിതത്തിൽ ആവശ്യമാണ്. और वहां पर है कि एक पारिवारिक आत्मविश्वास का होना। അവിടെ നാം കാണുന്ന ഫിലിപ്പിയർ 4:13 നാം കാണുന്ന എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവനാകുന്നു എന്ന് നാം കാണുന്നുണ്ട്. फिलिपियों के नाम की पत्र में हैं जो मर्द देता है उसमें मैं कर सकता हूं। അതുപോലെ തന്നെ ഫിലിപ്പിയർ 4:11 നാം കാണുന്നുണ്ട് താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും നമുക്ക് കഴിയണം. और प्रेरित की पत्र उसके चौथे वहां पर पौलुस है कि नीचे और ऊंचे दशा में दोनों रहना प्रभु सिखाता है। പിന്നീട് നാം കാണുന്ന ദൈവത്തെ നമുക്ക് അടുത്തറിയുവാനായിട്ട് കഴിയണം. और दूसरी बात हमें को मिलता है ईश्वर को करीब में देखना। സങ്കീർത്തനം 57:2 നാം ഇങ്ങനെ വായിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. भजन संहिता का 98 है। സങ്കീർത്തനം 57:2 നമ്മൾ വായിക്കുന്ന അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് നാം കാണുന്നു. भजन संहिता उसके 57 दूसरे पद में पढ़ते हैं, सेकंड वर्स 57 भजन संहिता 57 2:2 ഇങ്ങനെ നാം വായിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി. हाँ यहाँ पर हम पढ़ते हैं, मैं परम प्रधान परमेश्वर को पुकारूंगा, परमेश्वर को जो मेरे लिए सब कुछ सिद्ध कर सकता है। हेलो, इंटरनेट में कुछ समस्या आ गई थी। ഓക്കെ ഓക്കെ രണ്ടാമതായിട്ട് നാം കാണുന്നത് യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതോണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ തക്കവണ്ണം കഴിയാതോണം അവന്റെ ചെവി മന്ദമായിട്ടില്ല എന്ന് നാം വായിക്കുന്നു. हम यशायाह भविष्यवक्ता की पुस्तक उसका 59वां अध्याय का पहले पद में हम पढ़ते हैं कि यहोवा का हाथ ऐसा छोटा नहीं हो गया कि उद्धार न कर सके, न वो ऐसा बहरा हो गया कि सुन न सके। ഇവിടെ നാം കാണുന്നത് നമുക്ക് ദൈവത്തെ അടുത്തറിയുവാനായിട്ട് കഴിയണം, രക്ഷിപ്പാൻ കഴിയാതോണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. और यहाँ पर हम देखते हैं कि परमेश्वर हमें छुड़ा नहीं सकता, ऐसा यहोवा का हाथ छोटा नहीं हो गया करके हम पढ़ते हैं। പിന്നീട് നാം കാണുന്ന നിന്റെ ഭാരം ചിന്താകുലം എന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और उसके बाद हम पढ़ते हैं कि तुम अपनी चिंताओं को मेरे ऊपर डाल दो, ऐसा परमेश्वर का वचन कहता है। നമുക്കറിയാം സങ്കീർത്തനം 55:22 നാം വായിക്കുന്ന നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തുമെന്ന് നാം കാണുന്നുണ്ട്. अब भजन संहिता 55वें अध्याय में पढ़ते हैं कि अपनी चिंताओं को परमेश्वर के ऊपर डाल दो, परमेश्वर को तुम्हारा ध्यान है। അവൻ നമുക്കായി കരുതുന്നു, ആകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് 1 പത്രോസ് 5:7 നാം വായിക്കുന്നുണ്ട്. और पहला पत्रस उसका पहला अध्याय में हम पढ़ते हैं कि
अपनी चिंताओं को परमेश्वर के ऊपर डाल दो, उसे तुम्हारी चिंता है। ഇവിടെ നാം കാണുന്നത് ചിന്താകുലം എന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और वहां पर हम देखते हैं कि हम अपनी चिंताओं को परमेश्वर के ऊपर डालो, तो परमेश्वर कहता है। നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കണമെന്ന് എബ്രായ ലേഖനം 12:2 നാം വായിക്കുന്നുണ്ട്. परमेश्वर हमसे चाहता है कि हम एक विश्वास योग्य जीवन को जिए। നാം കാണുന്ന വിശ്വാസത്തിന്റെ നായകനാം പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് നാം കാണുന്നു. वहां पर हम देखते हैं कि इब्रानियों के नाम पौलुस प्रेरित के पत्री में विश्वास के नायक प्रभु यीशु मसीह और सिद्ध करने वाले प्रभु यीशु मसीह की ओर हम देखते रहे। പിന്നീട് നാം കാണുന്ന പ്രാർത്ഥനയെക്കുറിച്ച് നാം നോക്കുകയാണെന്ന് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് നാം ഫിലിപ്പിയ ലേഖനം 4:6 നാം വായിക്കുന്നുണ്ട്. हम फिलिपियों के नाम पौलुस प्रेरित की पत्री में पढ़ते हैं कि प्रार्थना के विषय में जब वो लिखता है, पौलुस लिखता है कि वहां पर लिखा है किसी बात की आपको चिंता करने की आवश्यकता नहीं है। എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക എന്ന് നാം അവിടെ കാണും. और प्रार्थना के साथ, धन्यवाद के साथ, विनती के साथ परमेश्वर के समक्ष अपने सारी जरूरतों को रखने के लिए पौलुस आह्वान करता है। हाँ, माफ कीजिएगा, इंटरनेट का समस्या कुछ आ रही है। हाँ, बोलिए ब्रदर। ഓക്കെ, നമ്മളെ പ്രാർത്ഥനയെ കുറിച്ച് നാം കണ്ടു. ഫിലിപ്പിയ ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക എന്ന് നാം കാണുന്നുണ്ട്. वहां पर हम देखते हैं प्रार्थना के विषय में भी हम देखते हैं कि हमारी सारी आवश्यकताओं को परमेश्वर के समक्ष रखें, परमेश्वर हमारी सारी चिंताओं से हमें मुक्त करेगा। പിന്നീട് നാം കാണുന്ന ദൈവവചനം വായിക്കുക, ചിന്തിക്കുക, ധ്യാനിക്കുക. हम उसके बाद हम पढ़ते हैं कि परमेश्वर के वचन को ध्यान करना है और उस पर मनन करना है। അത് നമുക്ക് സങ്കീർത്തനം 119:105 വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു നാം കാണുന്നു. भजन संहिता 119 में पढ़ते हैं कि तेरा वचन जो है मेरे मार्ग के लिए उजाला है, ऐसा करके हम पढ़ते हैं। പിന്നീട് നാം നോക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ഭാവി അറിയുന്നു. और उसके बाद हम जानते हैं कि परमेश्वर को हमारे भविष्य के विषय में सारी बातों को परमेश्वर जानता है। യിരെമ്യാവിന്റെ പുസ്തകം 31:7 വാക്യത്തിൽ അതേക്കുറിച്ച് നാം വായിക്കുന്ന ഇങ്ങനെയാണ്. यिर्मयाह की भविष्यवक्ता की पुस्तक उसका 31वें अध्याय में हम इस प्रकार पढ़ते हैं, നിന്റെ ഭാവിയെ കുറിച്ച് ഒരു പ്രത്യാശയുണ്ട്, നിന്റെ മക്കൾ ഞങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് നാം കാണുന്നുണ്ട്. वहां पर हम पढ़ते हैं कि परमेश्वर एक आह्वान करता है कि तुम्हारे बच्चों के प्रति मुझे चिंता है, तुम अपने देश को लौट आओगे। ഇത് ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ് പറയുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഇത് തന്നെയാണ് നമ്മുടെ ഭാവിയെ കുറിച്ച് ദൈവം അറിയുന്നതെന്ന്. क्योंकि ये इजराइल के विषय में परमेश्वर कहता है, लेकिन परमेश्वर को हमारे भविष्य के विषय में चिंता है। അതെ, ദൈവം നമ്മുടെ ഭാവി അറിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. परमेश्वर एक ऐसा परमेश्वर है जो हमारे भविष्य के विषय में जानता है और वो जीवित है। പിന്നീട് നാം കാണുന്നത് എങ്ങനെ നാം കൈകാര്യം ചെയ്യാം നമ്മുടെ പണം എന്നതെ കുറിച്ചാണ്. और अपने जीवन में किस तरह अपने कार्यों को हम करें, उस विषय में हम आगे चिंतन करते हैं। അതെ, നമ്മുടെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ നമ്മുടെ പണം, നമ്മുടെ മണി, അതേക്കുറിച്ചാണ് നാം നോക്കുന്നത്. हाँ, हम अपने आर्थिक विषय में, हम धन के विषय में, हम अपने कार्यों को कैसे करें, उसको कैसे समायोजित करें, उसके विषय में हम कुछ बातों को देखेंगे। അവിടെ നാം കാണുന്നത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, ദൈവത്തിന് ദശാംശം കൊടുക്കുക എന്നാണ് നാം കാണുന്നത്. और वहां पर हम देखते हैं कि परमेश्वर को हम प्रथम स्थान दें और दशमांश जो है परमेश्वर को अवश्य दे। അബ്രഹാം സകലത്തിന് ദശാംശം കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. हम वचन में पढ़ते हैं कि अब्राहम जो है अपने सब कुछ का दशमांश जो है दिया करके हम पढ़ते हैं। പിന്നീട് നാം കാണുന്ന സേവ് മണിയെ കുറിച്ചാണ്. उसके बाद हम देखते हैं हम अपने सब धन को किस तरह बचत कर सकते हैं, उसकी सुरक्षा कर सकते हैं।
പിന്നീട് നാം കാണുന്നത് ചെലവിനെ കുറിച്ചാണ്. അത് ആവശ്യാനുസരണം നമ്മൾ ചെലവ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. और उसके अलावा हम देखते हैं कि हम अपने धन को किस तरह खर्च करें, आवश्यकता के अनुसार हम उसको खर्च करें, ऐसा हम पढ़ते हैं. അധികം ചെലവ് അനാവശ്യമാണെന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. और ज्यादा खर्च करना ठीक नहीं है, अनावश्यक है, इस बारे में वचन कहता है. എങ്ങനെ അത് നമുക്ക് പരിഹരിക്കാമെന്ന് കാണുവാനായിട്ടും കഴിയും. പ്രാർത്ഥനയാൽ നമുക്ക് എല്ലാ കാര്യത്തിനും ഉത്തരവുണ്ട്. और किस तरह हम अपनी इन समस्याओं का निराकरण को करें, निश्चय प्रार्थना ही एक ऐसा तंत्र है जिसके द्वारा हम अपने सारे जीवन की समस्याओं को निराकरण कर सकते हैं. അവിടെ നാം കാണുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നാണ് അവിടെ നാം കാണുന്നത്. वहां पर हम पढ़ते हैं कि जो हमारे पास है उसमें हमें संतोष करना है. നമ്മുടെ പ്രാപ്തിക്ക് അനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നാം ഓർക്കുക. और परमेश्वर हमारी आवश्यकता के अनुसार हमें प्रदान करता है, ऐसा हम पढ़ते हैं. പിന്നീട് നാം കാണുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനായിട്ട് ശ്രമിക്കുക. और जो हमारे पास है उसी में हम संतोष करें, ऐसा प्रयत्न हमें करना है. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് അറിയുക. और इस बारे में हमें ध्यान करना है कि हमारे जैसे बहुत सारे लोग हैं जो हमारे समूह में हैं, हमारे विश्वास में हैं, और उन पर हमें चिंतन करना है. പിന്നീട് നാം കാണുന്ന ലളിതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. और एक ऐसा जीवन परमेश्वर की इच्छा के अनुसार का एक जीवन जीने के लिए भी परमेश्वर आह्वान करता है. പിന്നീട് നാം കാണുന്ന കഠിനാധ്വാനം ആവശ്യമാണ്. और इसके अलावा हम यहाँ पढ़ते हैं कि कठिन परिश्रम हमारे जीवन में आवश्यक है. അത് നമുക്ക് കാണാൻ സദൃശ്യവാക്യത്തിൽ 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഉറുമ്പിനെ കുറിച്ചാണ്. हम सर्वोपदेशक की पुस्तक में हम पढ़ते हैं चींटियों के विषय में. അവിടെ നാം കാണുന്ന ഉറുമ്പിന്റെ അടുത്ത് ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക എന്ന് നാം കാണുന്നുണ്ട്. वहां पर हम पढ़ते हैं कि चींटियों को देखो और उसके वो किस तरह कार्यों को करते हैं उस पर चिंतन करो, ऐसा परमेश्वर का वचन कहता है. നമ്മൾ ആ വാക്യത്തിന്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ അനേക കാര്യങ്ങള് അതേക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. और हम उसके नीचे की ओर और आ जाएं तो बहुत सारी बातों को हमको देखने को मिलता है. പിന്നീട് നാം കാണുന്നത് പഴയ കാര്യങ്ങൾ നാം ഒരിക്കലും മറക്കരുത്. और दूसरी बात जो इसमें जरूरी है कि हम आगे देखते हैं कि जो पुरानी बातें हैं उसे हम ना भूलें. അവിടെ നമുക്ക് കാണുന്ന ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 17-18 വാക്യത്തില് ന്യൂട്രോണോമി व्यवस्था विवरण की पुस्तक उसके 17वें अध्याय में ന്യൂട്രോണോമി 8 और 17 और 18 വാക്യത്തിലാണ് നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നത്. व्यवस्था विवरण 8वां अध्याय के 17वें पद में इन बातों को हम देख सकते हैं. അവിടെ നാം കാണുന്നത് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഇത് ഈ സമ്പത്ത് ഉണ്ടാക്കിയത് എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുതെന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. हम वहां पर पढ़ते हैं कहीं ऐसा ना हो कि तू सोचने लगे कि ये संपत्ति मेरे ही सामर्थ और मेरे ही भुजबल से मुझे प्राप्त हुई है. അത് മാത്രമല്ല അവനാണ് നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ നിനക്ക് ശക്തി തന്നതെന്നും നാം മറക്കരുത്. और उसमें साथ साथ परमेश्वर यह कहता है कि तुम्हें स्मरण रखना है कि वही है जो तुम्हें संपत्ति प्राप्त करने की शक्ति प्रदान करता है. പിന്നീട് നാം കാണുന്നത് വിനയമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. दूसरा बात हम देखते हैं कि हमें दीनता के साथ रहना है. എല്ലാറ്റിനും നമ്മൾ വിനയമുള്ളവരായിരിക്കണം. नम्रता. हाँ, हमें नम्रता के साथ, सभी बातों में नम्रता के साथ रहना है. परमेश्वर इस बात को कहता है. പിന്നീട് നാം കാണുന്നത് മറ്റുള്ളവരുടെ സഹായം നാം പ്രതീക്ഷിക്കരുത്. और दूसरी बात, हमें दूसरे लोगों की सहायता का इंतजार नहीं करना है. അതേക്കുറിച്ച് നമുക്ക് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. दूसरा कुरिन्ती 8वां अध्याय में हम इस बात को हम पढ़ते हैं. അവിടെ നാം കാണുന്ന സമത്വം ഉണ്ടാക്കുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങളുടെ സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. 2 कुरिन्ती 8 वर्स 14 14वें पद में हम देखते हैं, परंतु बराबरी के विचार से इस समय तुम्हारी बढ़ती घटी काम में आए, ताकि उनकी बढ़ती भी तुम्हारी घटी में काम आए कि बराबरी हो जाए, ऐसा हम पढ़ते हैं. പിന്നീട് നാം കാണുന്നത് നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനയെ കുറിച്ചാണ്.
और उसके बाद हम देखते हैं कि हमारे पारिवारिक जीवन में प्रार्थना के विषय में बहुत सारी बातों को हम देख सकते हैं। നമുക്കറിയാം ദാവീദ് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. हम जानते हैं, देखते हैं कि परमेश्वर के वचन में पढ़ते हैं कि दाऊद जो है परमेश्वर से प्रार्थना करता है। ദാവീദിനെ കുറിച്ച് നാം കാണുന്ന കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും അവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നു. दाऊद के विषय में हम जानते हैं कि वो सुबह, दोपहर और शाम को वो प्रार्थना करता है। ദാനിയേലിനെ കുറിച്ച് കാണുമ്പോൾ ദാനിയേല് ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. दानियल के विषय में भी हम पढ़ते हैं कि दानियल दिन में 3 बार परमेश्वर के सम्मुख प्रार्थना करता था। കുടുംബജീവിതത്തിൽ പ്രാർത്ഥന ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. और पारिवारिक जीवन में प्रार्थना बहुत ही आवश्यक विषय है। നമുക്കറിയാം സാത്താൻ കുടുംബജീവിതത്തെ തെറ്റിക്കാനായിട്ട് പല തന്ത്രങ്ങളും പ്രയോഗിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. हम जानते हैं कि शैतान हमारे पारिवारिक जीवन को बर्बाद करने के लिए बहुत सारे तंत्रों का इस्तेमाल करता है। സാത്താൻ അറിയാവുന്ന 4 കാര്യങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് പോവുകയാണ്. शैतान हमारे जीवन के ऐसे 4 बातें हैं जिसे जानता है, उसके विषय में मैं कुछ बातों को कहना चाहता हूँ। ഒന്നാമതായിട്ട് സന്തുഷ്ട കുടുംബമാണ് അവന്റെ ലക്ഷ്യം. और शैतान का जो सबसे पहला जो जिसके पर वो वार करना चाहता है, पहला परिवार ऐसा परिवार है जो संतुष्ट परिवार है। പ്രത്യേകിച്ച് മക്കളിൽ കൂടിയാണ് സാത്താൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നത്. ज्यादातर शैतान जो है बच्चों के द्वारा आप पर हमला करना चाहता है। രണ്ടാമതായിട്ട് നാം കാണുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപം നടക്കുന്ന അവന്റെ കുടുംബത്തിൽ കൂടിയാണ്. और हम देखते हैं कि एक व्यक्ति का जो परिवार है उसके स्वभाव और उसके चरित्र के अनुसार होता है। അത് സാത്താനെ നല്ലവണ്ണം അറിയാം. और इस बात को शैतान बहुत अच्छी रीति से जानता है। മൂന്നാമതായിട്ട് നാം കാണുന്ന ഒരു വ്യക്തിയുടെ ഫലപ്രാപ്തിയും സന്തോഷവുമാണ് അവന്റെ ലക്ഷ്യം. और शैतान का तीसरा और सबसे महत्वपूर्ण हमला यह होता है कि वो जो व्यक्ति होता है उसको किस तरह अपने फलों को प्राप्त करता है और उस पर कैसे हमला करता है, इस विषय में है। നാലാമതായിട്ട് നാം കാണുന്ന നല്ല കാര്യങ്ങൾ ചീത്തയാവുന്ന സമയവും അവനിൽ നിന്നാണ് വരുന്നത്. और चौथा जो महत्वपूर्ण बात है, जो अच्छा समय है खराब कैसे हो सकता है, वो शैतान की ओर से होता है। ഇതാണ് സാത്താനെ അറിയാവുന്ന 4 കാര്യങ്ങൾ, കുടുംബജീവിതത്തെ തെറ്റിക്കാനായിട്ട് സാത്താൻ പ്രയോഗിക്കുന്ന 4 കാര്യങ്ങൾ. और पारिवारिक जीवन को किस तरह बर्बाद कर सकता है, वो 4 यही बातें हैं जिसको हम सुने हैं। എങ്ങനെ നമുക്ക് സാത്താനെ പരാജയപ്പെടുത്താമെന്ന് നോക്കാം. आइए हम देखें कि किस तरह हम शैतान को पराजित कर सकते हैं। കുടുംബമായുള്ള പ്രാർത്ഥനയിൽ കൂടി സാത്താനെ പരാജയപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയും. पारिवारिक रूप से पारिवारिक जीवन में प्रार्थना के द्वारा हम शैतान को पराजित कर सकते हैं। ആത്മീയ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണം, അതിൽ കൂടി സാത്താനെ പരിചയപ്പെടുത്തുവാനായിട്ട് കഴിയും. हमें आत्मिक रीति से अपने बच्चों को बढ़ाना है, इसके द्वारा भी हम शैतान को पराजित कर सकते हैं। 3 യോഹന്നാൻ 4-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാമെന്ന് നാം കാണുന്നുണ്ട്. तीसरा यूहन्ना उसके 4 पद में पढ़ते हैं कि हमारे बच्चे असत्य मार्ग पर चल रहे हैं, इसलिए हम आनंदित हैं। പിന്നീട് നാം കാണുന്നത് ഫാമിലി പ്രയർ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. और हम अपने पारिवारिक प्रार्थना को कैसे फलप्रद करें, इसके विषय में है। കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു സുപ്രധാന പ്രാധാന്യമുണ്ട്. पारिवारिक फिर से बोलिए ब्रदर, नहीं समझ में। കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു സുപ്രധാന പ്രാധാന്യമുണ്ട്. हाँ, ये हमारे पारिवारिक प्रार्थना में एक विषय जो है बहुत महत्वपूर्ण है। എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് വേണം പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട്. और ये जरूरी है कि हम सब मिलकर पूरे परिवार सहित हम प्रार्थना करें, ये बहुत ही आवश्यक है। എപ്പോഴാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സൗകര്യപ്രകാരം നമുക്ക് നടത്തുവാനായിട്ട് കഴിയും. ये कब करना है, ये हमारे सुविधा के अनुसार इसको हम कर सकते हैं। പിന്നീട് നാം കാണുന്ന എവിടെയാണ് കൂടി വരേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് എവിടെയാണേലും കുഴപ്പമില്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. और ये प्रार्थना को हम कहाँ पर इकट्ठा होकर करें, इसके लिए भी हम अपने सुविधा अनुसार स्थान को चयन कर सकते हैं। എന്നാൽ നമ്മുടെ സമയം വളരെ നീണ്ടുപോകരുത് എന്നുള്ളതും അവിടെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. और इस बात का भी हमें ध्यान रखना है कि हमारा समय उसमें ज्यादा ना चला जाए, इस पर भी चिंतन करना है।
നമ്മുടെ സമർപ്പണം വളരെ വിലപ്പെട്ടതാണ്. हमारा समर्पण बहुत ही कीमती है, बहुमूल्य है. പ്രത്യേകിച്ച് മക്കളുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നത് നല്ലതാണ്. और बच्चों के साथ इस प्रकार की विषयों को रखना बहुत महत्वपूर्ण है. എന്താണ് നാം അവരെ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ദൈവവചനം അവരുടെ കേന്ദ്രബിന്ദു ആകണം. और क्या हम बच्चों को सिखाएं, ये बहुत ही महत्वपूर्ण है. परमेश्वर का जो वचन है उनके जीवन का केंद्र बिंदु होना चाहिए. അതിനുള്ള ക്രമീകരണം നമ്മൾ കൊണ്ടുവരണം. और उसके लिए जो योजनाएं हैं, तैयारियां हैं, हमें करनी जरूरी है. അവരോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ അവർക്കും ക്രമീകരണം കൊണ്ടുവരണം. और प्रार्थना में भी विशेष रूप से उन्हें भी कार्यों को योजनाबद्ध तरीके से करना है. ദൈവവചനത്തിലൂടെ ക്രമീകരണം കൊണ്ടുവരണം. और परमेश्वर के योजना को उनके जीवन में किस तरह लागू करें, इसके विषय में भी चिंतन करना है. ദൈവവചനം വായിക്കുന്നതിൽ ക്രമീകരണം കൊണ്ടുവരണം. और परमेश्वर का वचन वो पढ़े, उसके लिए भी हमें प्रबंधन करना है. മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നതും ശ്രമിക്കണം. और कोशिश ये करनी है कि हमें घुटने टेक कर प्रार्थना करें, इसके लिए कोशिश करनी है. പിന്നീട് നാം കാണുന്ന നമ്മുടെ പൊസിഷൻ മറ്റു കുടുംബ പ്രാർത്ഥനയിൽ കൊണ്ടുവരരുത്. और इस बात को भी याद रखना है कि हमारी जो हमारा पोजीशन മറ്റു കുടുംബ പ്രാർത്ഥനയിൽ കൊണ്ടുവരരുത്. जो पोजीशन है अन्य प्रार्थना में उसको नहीं लाना है. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. और उसका कारण है कि हम सभी परमेश्वर के दृष्टि में एक समान है, इसलिए हम अपने पोजीशन को या हमारे जो भी हमारे जो पोजीशन है उसको वहां पर नहीं लाना है. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ നേരിടാം, ദൈവമക്കളായ നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. और कैसे हम अपने जीवन में अपने जीवन की समस्याओं का हल हम कर सकते हैं, उस पर चिंतन करें. പൗലോസ് ലേഖനം 3:13 നാം വായിക്കുന്നു, അന്യോന്യം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്ന് നാം കാണുന്നു. कुलुस्से के नाम पौलुस प्रेरित की पत्री उसके 3 अध्याय में पढ़ते हैं कि हम एक दूसरे को क्षमा करें. 1 യോഹന്നാൻ 2-ാം നാം കാണുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് നാം കാണുന്നുണ്ട്. पहला യോഹन्ना उसके 2 अध्याय में पढ़ते हैं कि हे मेरे बालकों, तुम लोग पाप ना करो, इस पर तुम ध्यान देना. റോമലേഖനം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. और रोमियो उसके 7वें अध्याय में हम पढ़ते हैं कि मेरे शरीर में कोई भी अच्छी वस्तु वास नहीं करती. എന്ന് ഞാൻ അറിയുന്നു, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, എന്നാൽ പ്രവർത്തിക്കുന്നതോ അതല്ല എന്ന് നാം കാണുന്നു. हाँ, वहां पर पौलुस लिखता है कि अच्छा करने का मुझे इच्छा तो है, परंतु वो मुझसे नहीं बन पड़ते. എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്നാണ് നാം അവിടെ വായിക്കുന്നത്. और वहां पर पौलुस लिखता है कि मेरे शरीर में कोई भी अच्छी वस्तु वास नहीं करती है. റോമലേഖനം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, रोमी 6 उसका 14 पद में हम इस प्रकार पढ़ते हैं, നമ്മുടെ ജീവിതത്തിൽ പാപം ആധിപത്യം നടത്തുവാൻ ഇടയാകരുത്. वहां पर हम पढ़ते हैं कि पाप तुम्हारे मरणहार शरीर में वास ना करे, ऐसा हम पढ़ते हैं. കൃപയ്ക്കത്രേ നാം അധീനനായിരിക്കേണ്ടതെന്ന് നാം അവിടെ ഓർക്കണം. और वहां पर हमें स्मरण रखना है कि हम अनुग्रह के अधीन हैं. പിന്നീട് നാം കാണുന്ന അതിന്റെ പരിഹാരവും അത് തന്നെയാണ്. പരിഹാരത്തെ കുറിച്ച് നാം കാണുവാണെങ്കിൽ പരസ്പരം ക്ഷമിക്കാൻ കഴിയണം. और उसका समाधान ये है कि हमें एक दूसरे को क्षमा करना बहुत जरूरी है. അവിടെ നാം കാണുന്ന 1 പത്രോസ് 3:7 നാം കാണുന്ന സ്ത്രീജനം ബലഹീന പാത്രം എന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുക. और पहला पत्रस में हम पढ़ते हैं कि जो स्त्री है एक निर्बल पात्र है, जानकर उसके साथ व्यवहार करना है. പിന്നീട് നാം കാണുന്ന എഫെസ്യലേഖനം 4:15 നാം വായിക്കുന്ന സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. और इफिसियों के नाम पौलुस प्रेरित के पत्री 4 अध्याय में 4 अध्याय उसके 7वें पद में സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. वर्ष 14 എഫെസർ 4:15 4 अध्याय उसके 15 पद में लिखा, प्रेम से सच्चाई में चलते हुए, ये ऐसा हम पढ़ते हैं. പിന്നീട് നാം കാണുന്ന സദൃശ്യവാക്യം 15:1 നാം വായിക്കുന്നത് മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. हम नीति वचन में इस प्रकार पढ़ते हैं कि जो
निर्मल उत्तर है वो क्रोध को ठंडा करता है। അത് കഴിഞ്ഞിട്ട് കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്ന് നാം അവിടെ കാണുന്നു. और उसके बाद हम देखते हैं जो कटु वचन होता है वो क्रोध को भड़काता है। സദൃശവാക്യം 29:11 നാം ഇങ്ങനെ വായിക്കുന്നു, മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു. और नीति वचन उसके 29वें अध्याय में हम पढ़ते हैं जो मूर्ख होता है अपने क्रोध को पूरी रीति से प्रकट करता है, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. परंतु जो बुद्धिमान होता है वो शांत रहकर उसको दबा कर रखता है। ഏത് പ്രശ്നവും ദേഷ്യത്തോടെ പറയാതെ ശാന്തമായി പറയുവാൻ നാം ശീലിക്കണം. और हमें कोशिश करनी है कि जो भी समस्या हो बड़े शांत तरीके से उसका निराकरण को हमें करना है। അവിടെ നാം കാണുന്ന വാദപ്രതിവാദം ചെയ്യുവാനായിട്ട് ഇടവരരുത് എന്നാണ് നാം അവിടെ വായിക്കുന്നത്. वहां पर हम पढ़ते हैं कि हम वाद विवाद ना करें, इसके लिए हमें कोशिश करनी है। നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിലും നാം അവരെ അറിയുക, പരിശീലിപ്പിക്കുക എന്നും നാം കാണുന്നുണ്ട്. और वहां पर अपने बच्चों के विषय में भी पढ़ते हैं कि हमें भी उनको अपने अधीनता में रखना है, उन्हें सिखाना है, ऐसा हम पढ़ते हैं। എന്തുകൊണ്ടാണ് നാം കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറയുന്നത്? जो हम अपने बच्चों को हम ताड़ना दें और सिखाएं, क्यों ऐसा बाइबल कहता है? കുട്ടികളുടെ സ്വഭാവം നാം അറിയണം, പ്രത്യേകിച്ച് അവരുടെ സ്വഭാവ വിശേഷണം. അതുകൊണ്ടാണ് അവിടെ നാം കാണുന്ന കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നാം അവരെ അറിയുക, പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത്. और हमें बच्चों के विषय में, हमें उसके स्वभाव के विषय में जानना बहुत जरूरी है, इसलिए परमेश्वर का वचन कहता है उन्हें ताड़ना देना है और सिखाना है। നമുക്കറിയാം കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തില് 3 വയസ്സ് വരെ നമുക്ക് കുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്തുവാനായിട്ട് കഴിയും. हम जानते हैं कि 3 साल तक के बच्चों को हम घर में आराम से पाल सकते हैं। പിന്നെ കുഞ്ഞുങ്ങളെ നഴ്സറിയിലേക്ക് വിടും. और उसके बाद हम उन्हें नर्सरी स्कूल में हम भेजते हैं। നഴ്സറി സ്കൂൾ തൊട്ടാണ് അവരുടെ തുടക്കം തുടങ്ങുന്നത്. और नर्सरी स्कूल से ही उनकी जीवन की शुरुआत होती है। 4 മുതൽ 5 വയസ്സ് വരെ അവരുടെ സ്വാർത്ഥ സ്വഭാവം അവരിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4 से 5 साल तक में हम उनके शांत स्वभाव को हम देखते हैं। 6 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ അവരുടെ പ്രൈമറി ഗ്രൂപ്പാണ്. और 7 से 8 तक के हम उनके 8 तक के जो वर्ष के बच्चे होते हैं उनका प्राइमरी एक ग्रुप होता है। അവരുടെ മത്സര ബുദ്ധിയുള്ളവരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാണുന്നത്. और वो एक प्रायोगिक रूप से कम बुद्धि टाइप होता है उनका। അവർ പലപ്പോഴും നമ്മളോട് മത്സരിച്ച് നമ്മൾ കാര്യങ്ങൾ നേടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് और കഴിയും. हम देखते हैं वो वाद विवाद करके वो हमारे अपनी इच्छाओं को वो जिद करके पूरा करते हैं। 9 മുതൽ 12 വയസ്സ് വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ജൂനിയർ സ്റ്റേജ് ആണ്. और 9 से लेकर 12 तक का जो आयु होता है एक जूनियर स्टेज हम कह सकते हैं। അവരെ വികാരം മുറപ്പെടുത്തുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. नहीं सुना ब्रदर? വികാരം മുറപ്പെടുത്തുന്ന സ്വഭാവമാണ് 9 മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് കാണുവാനായി കഴിയുന്നത്. अपनी इच्छा मनमानी हाँ, मनमानी करने वाला एक स्वभाव होता है 9 से 12 साल के बच्चों को। പിന്നീട് നാം കാണുന്ന ടീനേജ് കുട്ടികളെ കുറിച്ചാണ്. 13 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ളത് ടീനേജിൽ പറയുന്നവരാണ്. അവർക്ക് മനസ്സിലാക്കുവാനുള്ള എല്ലാ കഴിവും അവർക്കുണ്ട്. जब 13 साल से बच्चा हो, 13 साल का बच्चा हो जाता है, उसके आगे की जो आयु तो टीनेजर कहलाता है। उस समय हम देखते हैं कि बच्चा सब कुछ समझने और जानने लगता है। ഇതാണ് അവരുടെ സ്വഭാവവിശേഷത്തെ കുറിച്ചുള്ള ഒരു കാണുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और हम देखते हैं कि यही है बच्चे लोग का एक स्वभाव है, उनका इस तरह एक स्वभाव बच्चों का होता है। എങ്ങനെ നമുക്ക് അവരെ ഉപദേശിക്കാമെന്ന് നോക്കാം. और हम देखेंगे किस तरह हम उन्हें शिक्षित कर सकते हैं, उपदेश दे सकते हैं। നമുക്ക് നാം നല്ല സുഹൃത്തുക്കൾ ആകുക അവരോടൊപ്പം. हम उनके अच्छे मित्र बन जाएं, ये बहुत जरूरी है। എന്ത് പ്രശ്നവും പറയുവാൻ അവർക്ക് അവസരം കൊടുക്കുക. और अपने सारी समस्याओं को वो हमें बताएं, ऐसा अवसर उन्हें देना है। അവർ എവിടെ പോകുന്നു എന്ന് എന്ത് ചെയ്യുന്നു എന്ന് നാം ശ്രദ്ധിക്കുക. और वे लोग कहाँ जाते हैं, क्या करते हैं, इस पर हमें ध्यान करना है। സൗമ്യതയോടെ അവർക്ക് ഫോൺ ഉപയോഗിക്കാനായിട്ട് അവസരം കൊടുക്കുക. और फोन उपयोग करने के लिए भी हम उन्हें अवसर दें। അതുമല്ല ഇതിനെല്ലാം സമയപരിധി വെക്കുക എന്നുള്ളതും നമുക്ക് അത്യാവശ്യം തന്നെയാണ്.
और इसके लिए भी समय का निर्धारण हम कर दें, ये भी बहुत जरूरी है। നമ്മുടെ ദൈവം ഇതിനെല്ലാം എല്ലാത്തിനും പരിഹാരകൻ ആണ്. അവനിൽ ആശ്രയിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തുവാനായിട്ട് കഴിയും. और हमारा परमेश्वर हमारी सारी समस्याओं का समाधान कर सकता है। इस विषय ये विश्वास के साथ हम अपने बच्चों को पालें। അത് മാത്രമല്ല, നമ്മുടെ കർത്താവിന് വേണ്ടിയും പ്രയോജനപ്പെടുവാനായിട്ട് നമ്മൾ അവരെ ഉപയോഗപ്പെടുത്തണം. और परमेश्वर के लिए और कलीसिया के लिए वे उपयोगी हों, इस विषय को भी याद करके हमें बच्चों का पालन पोषण करना है। ഇനി നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്താണ് ഭർത്താവിന്റെ പങ്കാളിത്തം എന്താണെന്ന് നമ്മൾ നോക്കാം. और हम आगे देखेंगे किस तरह एक पारिवारिक जीवन में जो पति की जो जवाबदारी होती है वो क्या क्या है, उसको हम चिंतन करें। നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന പുരുഷൻ അപ്പനെ അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് നാം കാണുന്നുണ്ട്. उत्पत्ति की पुस्तक उसके दूसरे अध्याय में हम पढ़ते हैं कि जो पुरुष है अपने माता पिता को छोड़कर अपनी पत्नी से मिला रहेगा, ऐसा हम पढ़ते हैं। എഫേസ്യർ 5-ാം അധ്യായം, इफिसी उसका 5वां अध्याय, കൊലോസ്യർ അതിന്റെ 3-ാം അധ്യായം, और कुलुसियों उसका 3रा अध्याय, 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായം, पहला पत्रस उसका 3रा अध्याय, 1 Corinthians 7 chapter, और पहला कुरिन्थियों उसका 7वां अध्याय। ഇവിടെയെല്ലാം കുടുംബജീവിതത്തിൽ എന്താണ് ഭർത്താവിന്റെ പങ്കാളിത്തത്തെ കുറിച്ച് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. और यहाँ पर हम देखते हैं कि एक पारिवारिक जीवन में पति की क्या क्या जवाबदारी है, उत्तरदायित्व है, उसके विषय में हम पढ़ते हैं। പിന്നെ കുടുംബത്തെ നയിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ചുമതലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. और पति की जवाबदारी है कि वो अपने परिवार को पूरी तरह से पालन पोषण करें। ഇത് നമുക്ക് 1 തീമോത്തി 2-ാം അധ്യായത്തിലും और ये हम पहला तीमोथी उसके दूसरे अध्याय में पढ़ सकते റോമർ हैं। 5:12 നമുക്ക് ഇത് കൂടുതലായിട്ട് കാണുവാനായിട്ട് കഴിയും. और रोमियो उसके 5 उसके 12 में भी हम इस विषय को पढ़ सकते हैं। പിന്നീട് നാം കാണുന്ന തന്റെ ഭാര്യയെ സ്നേഹിക്കുക. उसके बाद हम देखते हैं कि जो दूसरी जवाबदारी है, पति अपने पत्नी को प्रेम करे। ക്രിസ്തു സ്നേഹിച്ചതുപോലെ നാം തന്റെ ഭാര്യയെ സ്നേഹിക്കുക. वहां पर हम पढ़ते हैं कि जिस तरह प्रभु यीशु मसीह कलीसिया से प्रेम किया, वैसे ही एक पति अपने पत्नी से प्रेम करे। അത് എഫേസ്യർ 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. और इसी उसके 5 उसके 25वें पद में हम इस बात को पढ़ सकते हैं। എഫേസ്യർ 5-ാം അധ്യായം 29 നാം വായിക്കുന്ന ക്രിസ്തുവും സഭയെ ചെയ്തതുപോലെ നാമും ചെയ്യുക എന്ന് നാം കാണുന്നുണ്ട്. और उसी तरह इफिसी 5 उसके 29वें अध्याय में पढ़ते हैं कि जिस तरह मसीह ने कलीसिया के साथ किया, वैसे ही हम अपने पत्नी के साथ व्यवहार करें। അവിടെ നാം കാണുന്നത് പോറ്റി പുലർത്തുക, ശാരീരിക ആവശ്യങ്ങളും മാനസിക ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ഭർത്താവിന്റെ ചുമതലപ്പെട്ട കാര്യം തന്നെയാണ്. और वहां पर हम पढ़ते हैं कि पति अपनी पत्नी का पालन पोषण करे, मानसिक रूप से, शारीरिक रूप से, और उसका पालन करे। हम इस विषय को पढ़ते हैं। എഫേസ്യർ 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ദൈവ ഭയത്തിൽ മക്കളെ പോറ്റി പുലർത്തുക. इफिसियों के नाम पौलुस प्रेरित की पत्री उसके 6वें अध्याय के 4थे वचन में पढ़ते हैं, ये बच्चे वालों अपने बच्चों को रिस न दिलाओ, परंतु प्रभु की शिक्षा और चेतावनी देते हुए उनका पालन पोषण करो। അത് അവിടെ നാം കാണുന്ന കോപിപ്പിക്കാതെ ദൈവവചനത്തിൽ വളർത്തുക. और वहां पर हम पढ़ते हैं कि बच्चों को रिस ना दिलाते हुए, क्रोध ना दिलाते हुए, परमेश्वर की इच्छा अनुसार उनका पालन पोषण करें। നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുക. और अपने बच्चों को परमेश्वर के नजदीक लाए, ये जरूरी है। ഇത് തന്നെയാണ് നാം കാണുന്നത് കുടുംബജീവിതത്തിലെ ഒരു ഭർത്താവിന്റെ പങ്കാളിത്തം എന്താണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. इस तरह हम देखते हैं कि एक पति का अपने पारिवारिक जीवन में क्या क्या उत्तरदायित्व और जवाबदारियां हैं। അവസാനമായിട്ട് നാം കാണുന്ന കുടുംബജീവിതത്തിൽ ആശയവിനിമയം അത്യാവശ്യമാണ്. और एक पारिवारिक जीवन में वार्तालाप का होना बहुत ही जरूरी है। അതെ, കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫാമിലി, ആശയവിനിമയം ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. और एक पारिवारिक जीवन में पति पत्नी के बीच जो वार्तालाप है वो बहुत होना चाहिए, ये बहुत जरूरी है। ആശയവിനിമയം നടത്തുക എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയുക എന്നാണ്. और वार्तालाप करने का मतलब है कि वो आपस में बातचीत करें। അതെ, എങ്ങനെ ആശയവിനിമയം നടത്താം? और कैसे इस प्रकार वार्तालाप को हम करें?
ഒരു കുടുംബത്തിൽ ഏകദേശം 75% സമയമെങ്കിലും ആശയവിനിമയം നടത്തിയിരിക്കണം എന്നാണ് നാം കാണുന്നത്. और हम देखते हैं कि एक परिवार में 75% वार्तालाप का होना बहुत जरूरी है. ആശയവിനിമയം ഒരു കലയാണ്. और एक वार्तालाप जो है एक कला है. ഇത് രണ്ട് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചേക്കുന്നത്. ये एक लातिनी भाषा से ये निकला हुआ है. പിന്നീട് നാം കാണുന്നത് ക്രിസ്തീയ കുടുംബ ജീവിതത്തിലെ അവസാനമായിട്ട് 5 തീരുമാനം എടുക്കുക. और एक अंतिम बात में ये कहना चाहता हूँ कि एक पारिवारिक जीवन में 5 प्रकार के निर्णय हमें लेने हैं. ഒന്നാമതായിട്ട് നാം കാണുന്ന അന്യോന്യം അംഗീകരിക്കുക. और पहला जो है कि हम एक दूसरे के सामने अपने आप को मान लें. അതെ, ഹൃദയത്തിൽ അംഗീകരിക്കുക എന്നുള്ളതാണ്. റോമാലേഖനം 15:7 നാം അത് വായിക്കുന്നുണ്ട്. रोमी उसका 15 अध्याय उसके 7वें पद में पढ़ते हैं कि एक दूसरे का हम अंगीकार कर लें. പിന്നീട് രണ്ടാമതായിട്ട് നാം കാണുന്നത് നാം അന്യോന്യം മനസ്സിലാക്കുക, വിവേകത്തോടെ പ്രതികരിക്കുക. और दूसरी बात है कि हम एक दूसरे को समझें और एक दूसरे की हम सहायता करें. അതെ, 1 പത്രോസ് 3:7 നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും. पहला पत्रस 3:7 में हम इस भाग को पढ़ सकते हैं. മൂന്നാമതായിട്ട് നാം കാണുന്നത് അന്യോന്യം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. और तीसरी जो महत्वपूर्ण बात है कि हम एक दूसरे की देखभाल करें. അത് നാം കാണുന്നത് റോമാലേഖനം 15 അധ്യായം 1-2 വാക്യത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. रोमी उसके 15 अध्याय उसका पहला और दूसरे पद में इस भाग को हम पढ़ सकते हैं. നാലാമതായിട്ട് നാം കാണുന്നത് നാം അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. और चौथी जो महत्वपूर्ण बात है वो है कि हम एक दूसरे से प्रेम रखें. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ रचित सुसमाचार 15 अध्याय उसके 12वें पद में हम इस बात को पढ़ते हैं. അത് മാത്രമല്ല, ഇത് എന്റെ കൽപ്പനയാണ് എന്ന് നാം അവിടെ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 34ാമത്തെ വാക്യത്തിൽ നാം അവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ रचित सुसमाचार 13 अध्याय उसके 34वें पद में पढ़ते हैं कि ये मेरी आज्ञा है कि तुम एक दूसरे से प्रेम रखो. പിന്നീട് നാം കാണുന്ന അവസാനമായിട്ട് 5ാമതായിട്ട് നാം കാണുന്നത് നാം അന്യോന്യം ക്ഷമിക്കുക. എന്തുകൊണ്ടെന്നാൽ നാം ഓരോരുത്തരും പരിപൂർണരല്ല എന്നുള്ളതാണ്. और पांचवा सबसे महत्वपूर्ण बात ये भी है कि हम एक दूसरे को क्षमा करें क्योंकि हम में से सब लोग सिद्ध नहीं हैं. അതെ, കൊലോസ് ലേഖനം 3 അധ്യായം 13ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. कुलिसियों के नाम पौलुस प्रेरित की पत्री उसके 3 अध्याय के 15वें पद में हम इस बात को पढ़ सकते हैं. അന്യോന്യം ക്ഷമിക്കുക, പൊറുക്കുക. हम एक दूसरे को क्षमा करें, एक दूसरे को माफ करें. അതെ, എഫേസ്യ ലേഖനം 4:32ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. और इफिसियों के नाम पौलुस प्रेरित की पत्री 4 अध्याय उसके 32वें पद में हम इस बात को पढ़ सकते हैं. ഇത്രയുമാണ് ഞാൻ കുടുംബജീവിതത്തെ കുറിച്ചുള്ള പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്. और यही बात है जो पारिवारिक जीवन के विषय में मैंने आप लोगों के लिए तैयार किया है. എത്രത്തോളം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. और कितना आप लोगों ने इसको समझा है मैं नहीं जानता. എല്ലാം നാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. और जो कुछ भी है उसे हम परमेश्वर के वचन की अधीनता में इस काम को करें, ये जरूरी है. അതെ, വരുന്ന ദിവസങ്ങളില് ഇതിനെ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാനായിട്ടും കുടുംബ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം പങ്കാളികളാകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം വരുന്ന ദിവസങ്ങൾ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. आने वाले दिनों में परमेश्वर के इस वचन के आधार पर हम अपने जीवन को जिएं और परमेश्वर इसके लिए हमारी सहायता करें. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा.